ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പെരി പെരി ചിക്കൻ റൈസാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പെരി പെരി ചിക്കൻ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചൊരു വലിയ പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വലിയ പീസായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ്റെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു പച്ചമുളക് ഒന്ന് രണ്ടായിട്ട് മുറിച്ചിട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം പുതിനയില ഇട്ട് കൊടുക്കാം. പിന്നെ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ജാറടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്കിത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ചിക്കനിലെ എല്ലാ ഭാഗത്തും ഈ ഒരു മസാല എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചിക്കനിലൊക്കെ നന്നായിട്ട് തന്നെ മസാലയൊക്കെ പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഒന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ കൂടുതൽ സമയം ഉണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കാം കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസമൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ തലേ ദിവസമൊക്കെ ഇതുപോലെ ആക്കിയെടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ താഴെ തന്നെ വെച്ചാൽ മതി. അപ്പോൾ കൂടുതൽ ഇരിക്കും തോറും ചിക്കന് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് 2 മണിക്കൂറിന് ശേഷം പുരട്ടാനുള്ള ഒരു മസാലയും കൂടെ തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 ടീസ്പൂണ് പച്ചമല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെറിയ ജീരകം ഒരു 2 നുള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ജീരകം ഒരുപാട് വേണ്ട, ഇത്രയും തന്നെ മതി. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കൻ ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 2 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതേ ജാറിലേക്ക് തന്നെ ഞാനിവിടെ കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ മുളകൊക്കെ ആണെങ്കിൽ എരിവിനനുസരിച്ച് എടുക്കുക. ഇതാവുമ്പോൾ കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല, എരിവ് അത്രയ്ക്ക് അങ്ങനെ കൂടി പോവില്ല. പിന്നെ കാശ്മീരി മുളകാവുമ്പോൾ കുറച്ചൊരു കളറും ഉണ്ടാവും. ഇനി ജാറടച്ച് വെച്ചിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ഈ ഒരു ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് പൊടിഞ്ഞു പോകണ്ട കേട്ടോ. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. സാധാരണ മുളക് പൊടിയാണെങ്കിൽ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ചിക്കനിൽ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഞാനിതുപോലെ ചിക്കനിലൊക്കെ നന്നായിട്ട് തന്നെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 മണിക്കൂർ മാറ്റി വെക്കാം. അപ്പോൾ വീണ്ടും കവർ ചെയ്തിട്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുകയാണ്. പിന്നെ ചിക്കനിൽ നല്ല റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വേണ്ട കേട്ടോ, നമ്മളിതൊരു ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഒന്നിൻ്റെ മേലെ വരാത്ത രീതിയിൽ ഇതുപോലെ എല്ലാ പീസുകളും നിരത്തി വെച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ ചിക്കൻ്റെ പീസുകളെല്ലാം ഞാനിവിടെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ അവിടെ സാവധാനം വെന്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് അപ്പുറത്തെ സ്റ്റൗവിൽ ഇതിലേക്ക് വേണ്ട ചോറും കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ ചോറ് വെക്കുന്നത്. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2.5 കപ്പ് അരി വെച്ചിട്ടാണ് കേട്ടോ ചോറ് വെക്കുന്നത്.
അപ്പോൾ നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ഏലക്ക, അതുപോലെ ചെറിയ കഷ്ണം 2-3 കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ 1/2 ടീസ്പൂൺ മതി കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയാണോ റൈസ് എടുക്കുന്നത് അതിനനുസരിച്ച് എടുത്താൽ മതി. ഇതൊന്ന് മൂത്ത് വന്ന ശേഷം നമുക്കിതിലേക്ക് ഒരു സവാളയുടെ പകുതി ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സവാളയൊന്ന് മൂത്ത് വരുന്നത് വരെ വഴറ്റിയെടുക്കാം. സവാള ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് വന്ന ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത ആ ഒരു നെയ്യ് തെളിയുന്നത് വരെ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ തക്കാളിയുടെ പച്ചമണം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടുള്ളൂ. ഇനി ഇതിലേക്കൊരു ചിക്കൻ്റെ ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ഉണക്കനാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇത്ര തന്നെ മതി കേട്ടോ, ഒരുപാട് വേണ്ട. ഇനി ഇതിലേക്കൊരു 2 നുള്ള് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടിയും, അതുപോലെ 1/4 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും, പിന്നെ 1/4 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുക, ഈ മസാലയ്ക്കൊന്ന് മൂത്ത് വരുന്നത് വരെ. അപ്പോൾ നിങ്ങളടുത്ത് അറബിക് മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. മന്തി മസാലയോ അല്ലെങ്കിൽ കപ്സ് മസാലയോ മജ്ബൂസിൻ്റെ മസാലയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ അതിലെല്ലാം ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതിൽ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് കാണും. അപ്പോൾ നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിനനുസരിച്ച് ഒരു അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2.5 കപ്പ് റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കൻ്റെ കാര്യം മറന്നു പോയത് കേട്ടോ. ചിക്കന് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഒരു സൈഡ് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ മറിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ആ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കണം. അരി 1 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. ബസുമതിയുടെ സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ മന്തിക്കൊക്കെ വെക്കാൻ എടുക്കുന്ന ആ ഒരു അരിയാണ് കേട്ടോ. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് ഊറ്റി വെച്ചിട്ടുള്ള അരിയാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ അത് അപ്പുറത്ത് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ ചോറും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു വിസിൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് പിന്നെ കംപ്ലീറ്റ് ആവി പോയതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ തുറന്ന് നോക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ചോറ് പതുക്കെ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഈ ചിക്കൻ്റെ പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ചിക്കൻ പൊരിച്ചതിലുള്ള ആ ബാക്കി വന്നിട്ടുള്ള ഓയിൽ ഉണ്ടല്ലോ, അത് നമ്മൾ ചോറിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് ചോറിന് കറക്റ്റായിട്ട് ടേസ്റ്റ് ഒക്കെ കിട്ടുള്ളൂ. കാരണം ചിക്കൻ പൊരിച്ച് ഓയിലിലാണ് അതിൻ്റെ എല്ലാ ഫ്ലേവറും ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് ചോറിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇടയിലൊരു ചുവപ്പ് കളറിലുള്ള ചോറ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫുഡ് കളർ മിക്സ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രത്തിൽ കുറച്ച് കണല എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കുക്കർ അടച്ചു വെക്കുക. അപ്പോൾ കുക്കർ ഫ്ലെയിം ഓൺ ആക്കൊന്നും വേണ്ട കേട്ടോ, വെറുതെ കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചാൽ മതി. അങ്ങനെ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ദാ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ പീസുകളൊക്കെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ചോറ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചിക്കനിലൊക്കെ നല്ലൊരു സ്മോക്കി ഫ്ലേവർ ഉണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ പെരി പെരി ചിക്കൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്